ഞങ്ങളുടെ ടീം UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ വിജയം സാധ്യമാക്കി തീർത്ത UDF നേതാക്കൾക്കും 10,000-കണക്കിന് വരുന്ന UDF പ്രവർത്തകർക്കും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. കേരളത്തിലുടനീളം ശക്തമായ പ്രചരണം നടത്തിയ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്കും ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും മറ്റ് AICC നേതാക്കൾക്കും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഒരു വാക്ക് നൽകിയിരുന്നു. കേരളത്തിലെ UDFനെ തിളക്കമാർന്ന വിജയത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരും. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചു. അക്ഷരാർത്ഥത്തിൽ ടീം UDF ഒരു കുടുംബമായി, ടീം UDF ഫാമിലിയായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു, നേതാക്കളും പ്രവർത്തകരും എല്ലാവരും. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഒരു മാതൃകയാണ് കേരളത്തിലെ ടീം UDF എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ രാജ്യത്തോട്. നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് മലയാളികൾ നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഗീയവാദത്തിന്റെയും മുന്നിൽ കീഴടങ്ങാതെ എല്ലാ വർഗീയവാദത്തിനും എതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിന്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളും ചെറുപ്പക്കാരും UDFനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷയാണ്, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് ഇനി UDF. ഞങ്ങൾ പുതുയുഗ യാത്രയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഒരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ. നമ്മുടെ സംസ്ഥാനത്തിന്റെ, ഈ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് പോകും. ഒരുമിച്ച് മുന്നോട്ട് പോകും. ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരം അത് മറക്കാൻ ഒരിക്കലും കഴിയില്ല. അത് അവരുടെ പ്രതീക്ഷയും അവരുടെ സ്വപ്നവുമാണ്. അതിനെ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും.